ഞാൻ അവിടെ വരില്ല എന്ന് അമ്മയെ കാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ അമ്മ ആദ്യം ശ്യാമയെ അവിടേക്ക് വിളിക്കണം. എടാ, അതെല്ലാം നടക്കും. ഇപ്പോ നമ്മുടെ അമ്മയുടെ മനസ്സിൽ ചെറിയ ദേഷ്യമുള്ളതുകൊണ്ടാ. അത് നമ്മൾ മക്കളല്ലടാ ക്ഷമിക്കേണ്ടേ. ആ, ഓക്കെ, സമ്മതിച്ചു. എന്നാ ഐശ്വര്യ അടുത്ത് ഒന്ന് അമ്മയെ വിളിച്ചേ. എന്തിനാ? ഞാനൊന്ന് അമ്മയോട് സംസാരിക്കട്ടെ. അതിന് നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. അതിരിക്കട്ടെ, ഐശ്വര്യ അടുത്ത് വിളിക്കേ. അത് എന്റെ ഐശ്വര്യം ഒന്ന് വിളിക്ക്. അങ്ങനെ വിളിച്ചാൽ ഈ പ്രശ്നം തീരുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. വിളിക്കെടുത്തി. ആ, വിളിക്ക്. ഐശ്വര്യ അഖിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഐശ്വര്യ, അഖി എന്ത് പറഞ്ഞു? അമ്മേ, അത് അഖി മോളെ, അഖി സമ്മതിച്ചോ? വരാന്ന് സമ്മതിച്ചോ? അവനെ എന്റെ അടുത്ത് എത്തിക്കാൻ നിനക്കെന്തോ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഐഡിയ വർക്കൗട്ടായോ? എന്റെ അഖി എന്റെ അടുത്തേക്ക് വരുവോ? എന്താ മോളെ ഒന്നും പറയത്തെ? അവനെ നീ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? ഞാനേ പച്ചക്കറി കടയിൽ ബോറടിച്ചിരിക്കുമ്പോ കണ്ട് സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് പെൺപിള്ളേരുടെ ഫോട്ടോ അയച്ചു കിട്ടിയാ നന്നായിരുന്നു. അല്ല ഐശ്വര്യ, അഖി നീ? അതെ, ഞാനാ. അമ്മായിയുടെയും മരുമോളുടെയും ഐഡിയ ചീറ്റിപ്പോയി. ഇനിയും ഇങ്ങനെ പല തന്ത്രങ്ങളുമായി ആരെ എന്റെ അടുത്തേക്ക് അയക്കരുത്. എന്നാലേ ഇനിയും എന്റെ മനസ്സിൽ എവിടെയൊക്കെ അവശേഷിക്കുന്ന അമ്മയെന്ന കുറച്ച് പരിഗണന അതും കൂടി ഇല്ലാതാവും. മറക്കണ്ട. അഖി, അത് ഞാൻ ഇനി ഒന്നും പറയണ്ട. നിങ്ങളുടെ ആരുടെ ഈ മാജിക് ഒന്നും ഇനി എന്റെ അടുത്ത് വില പോകില്ല. ദാഹി, അമ്മ അങ്ങനെ ഉദ്ദേശിച്ചാവില്ല. അപ്പൊ നിന്നെ ഏട്ടനൊന്നും പറയണ്ട. അന്ന് ഫംഗ്ഷൻ അമ്മ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ ഫോട്ടോസ് കാണിച്ച ശ്യാമ ഇൻസൾട്ട് ചെയ്തപ്പോ ഏട്ടൻ എന്താ പണയം വെച്ചിരുന്നോ? അന്ന് തകർന്നു നിന്ന ശ്യാമയും ചേർത്ത് പിടിച്ച് ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങുമ്പോ ഒരു ചെറിയ സാന്ത്വനം, അത് നിങ്ങളുടെ ആരുടെയെങ്കിലും നാവിൽ നിന്നുണ്ടായോ? ഇല്ലല്ലോ. അല്ല, എനിക്കറിയാം, എന്റെ ശ്യാമയെ ഒറ്റപ്പെടുത്തുന്ന കാര്യം വരുമ്പോ അവിടെ എല്ലാവരും ഒറ്റക്കെട്ട. ഇനി എന്നും അങ്ങനെ മതി. എനിക്ക് എന്റെ ശ്യാമയും അവൾക്ക് ഞാനും, അത് മതി. ഇനി ഈ കാര്യം പറഞ്ഞ് ആരും എന്റെ അടുത്ത് വരരുത്. എടാ അഖി,
ഛേ, ഇനി അമ്മയുടെ മുന്നിൽ എങ്ങനെ ചെല്ലും? അത് കുഴപ്പമില്ല. നമുക്ക് അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഒരു തീരുമാനം എടുക്കാം. ഒരു ടെൻഷനും വേണ്ട. അതെ അനന്തേട്ടാ, തിരക്കിലാണോ? ഞാൻ പിന്നെ വിളിക്കാമേ. ഓക്കെ, പറവസു. ഞാനേ ഒരു പ്രത്യേക കാര്യം പറയാനാ വന്നേ. എന്നോട് എന്തെങ്കിലും പറയുന്നതിന് വസുന് മുഖവര വേണം. കാര്യം പറ. ആനന്ദേട്ടന്റെ ബർത്ത്ഡേ അടുത്ത് വരിക. അതിനെന്താ? അല്ല, പതിവ് പോലെ നമ്മൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് നടത്തണമെന്ന് തന്നെ എന്റെ അഭിപ്രായം. നമ്മളെല്ലാം കൂടി എന്ന് പറയുമ്പോ അതിൽ അഖിശ്യാമി ഉൾപ്പെടില്ലേ? ആ, അഖിയ ആനന്ദേട്ടൻ തന്നെ ക്ഷണിക്കണം. ഞാൻ ക്ഷണിച്ചാൽ വരുമോ? പിന്നെ വരാതെ. ആനന്ദേട്ടൻ ഒന്ന് സ്നേഹത്തോടെ വിളിച്ച ഉറപ്പായും അവൻ വരും. ശരി, വരുമെന്ന് തന്നെ വിചാരിക്കും. അപ്പോ ശ്യാമ? അത് പിന്നെ നമ്മൾ ഇത്രയും പേര് മതിയല്ലോ. ഇത് എന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഇത്രയും പേര് പോരാ. ശ്യാമ ഒപ്പം ഉണ്ടെങ്കിലേ ആ സന്തോഷം പൂർണ്ണമാകൂ. അല്ലെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷൻ നടത്തിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ആ അപമാനവും വിഷമവും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ നമ്മുടെ ആക്കി ഇപ്പൊ ഈ വീട്ടിലേക്ക് കാലുകുത്താത്തത് പോലും. നമ്മൾ രണ്ടാളും മക്കളെയും മരുമക്കളെയും ഒരേ കണ്ണുകൊണ്ടാ കാണേണ്ടത്. അതാ വസു മറന്നു പോകുന്നത്. ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇനിയൊരു കുടുംബകല അത് വേണ്ട. ആനന്ദേട്ടാ, ഈ ബർത്ത്ഡേ ആഘോഷിക്കാന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആഘോഷിച്ചോ? ഞാനും സന്തോഷത്തോടെ തന്നെ അതിൽ പങ്കെടുക്കും. പക്ഷേ എൻ്റെ എല്ലാ മക്കൾക്കും ഒപ്പം ശ്യാമയുണ്ടാവണം. ആ ഒരു ഉറപ്പ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം. എന്താ? ആദി, ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. അമൃത കടന്നോ? അവള് നേരത്തെ കിടന്നമ്മേ, പറഞ്ഞിട്ടുണ്ടാവും. മോനെ, ഞാൻ ആനന്ദേട്ടനോട് ബർത്ത്ഡേ കാര്യം സംസാരിച്ചു. അപ്പൊ ദേഷ്യപ്പെടുക. എൻ്റെ അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അച്ഛൻ ഈ വീട്ടിലൊരു ഫംഗ്ഷന് സമ്മതിക്കില്ലാന്ന്. അച്ഛനെന്താ പറഞ്ഞേ? ആഘോഷത്തിന് സമ്മതിക്കാം, പക്ഷേ അഖിയുടെ കൂടെ ആ ശ്യാമയുണ്ടാവണമെന്ന്. ശരിയല്ലേ അമ്മേ അച്ഛൻ പറഞ്ഞത്? അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, അല്ലേ? അഖി ഉറപ്പായും വേണം. അപ്പൊ ശ്യാമയോ? അവളുടെ കാര്യം, അവൾ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹം നിനക്കും അറിയുന്നതല്ലേ? അമ്മേ, അമ്മ ഇനിയെങ്കിലും ശ്യാമയോടുള്ള വാശി കളയണം. അപ്പൊ നമ്മുടെ കുടുംബം തകരട്ടെന്നാണോ നീ പറയുന്നേ? അങ്ങനെ ശ്യാമയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അമ്മ ആ ഫംഗ്ഷന് ആ പെൺകുട്ടികളുടെ ഫോട്ടോ കാട്ടി പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അപ്പൊ തന്നെ അത് ചെയ്തേനെ. നീയും അമ്മയെ കുറ്റപ്പെടുത്തുവാണോ? അയ്യോ അമ്മയെ കുറ്റപ്പെടുത്തൊന്നും അല്ല. ശ്യാമയും നമ്മുടെ അഖിയും കൂടി എന്നും നമുക്കിപ്പോൾ ഉണ്ടാവണം. അതെൻ്റെ കൂടെ ആഗ്രഹം. ഞാനും അരുണും അമൃതയും എല്ലാവരും കൂടി അച്ഛനെ നിർബന്ധിക്കാം, സമ്മതിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അഖിയും ശ്യാമയും കൂടി അമ്മ സന്തോഷത്തോടെ ആ ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തരണം. അമ്മ ആലോചിച്ച് മറുപടി പറയേ. അപ്പം ഞാൻ അച്ഛനോട് സംസാരിക്കാം. എങ്ങനെയും എന്റെ അക്കിമോൻ എന്റെ വീട്ടിൽ എന്റെ മുന്നിലെത്തണം. അതിനേക വഴി ഈ ഫംഗ്ഷനാ. നോക്കാം.
ആ പോട്ടെ പോട്ടെ ഇപ്പൊ സാരമില്ല. അച്ഛനെ കണ്ടപ്പോ സങ്കടം എല്ലാം പോയോ? അല്ല, അരുണെന്താ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത്? എന്താ കാര്യം പറ, ഞാനും കൂടി കേക്കട്ടെ. എന്തോ രസമുള്ള കാര്യമാണെന്ന് മനസ്സിലായി, പറ. അല്ല ഐശ്വര്യ, അത് ഞാൻ നമ്മുടെ ശ്രീകുട്ടിയെ കുറിച്ച് ഓർത്തു പോയതാ. പാവം മോള്, അവളുടെ കളിയും ചിരിയും ഒക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല. കയ്യിലും കാലിലൊക്കെ നല്ല മുറിവുണ്ട്. രാത്രി പനിയൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. എന്നാ പിന്നെ അരുൺ അവിടെ മോളെയും ശുശ്രൂഷിച്ച് കഴിയാത്തത് എന്താ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുറെ നാളായിട്ട് ഞാൻ ക്ഷമിക്കാം. ആ പെണ്ണിനെ കണ്ട അപ്പൊ തന്നെ അരുണ് വല്ലാത്തൊരടുപ്പോ. അരുണ്ട് ആരാ കൊച്ച്? പറ. വേറെ എത്രയോ കുട്ടികളെ അരുൺ കാണുന്നു. അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകത ആ കൊച്ചിന് മാത്രം എന്താ? പറ, കേക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ആ മോളെ കാണുമ്പോ വല്ലാത്തൊരടുപ്പം അല്ലേ? അത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. ഐശ്വര്യ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിക്കും. ഈ കാര്യത്തിൽ എനിക്കും അരുണിനോട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും കുട്ടികളെ അരുൺ ലാളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ശരി, അപ്പൊ നിനക്ക് ഇഷ്ടമല്ല അല്ലേ? എന്നാ പിന്നെ നീ എനിക്ക് ശ്രീകുട്ടിയെ പോലെ ഒരു മോളത്താ. അപ്പൊ പിന്നെ ഞാൻ വേറെ ഒരു കുട്ടികളെയും ലാളിക്കില്ല. എന്താ, അതിന് പറ്റുമോ? അത് പിന്നെ ഞാൻ പറ്റില്ല അല്ലേ? ഓ, പ്രസവിച്ചാ നിന്റെ സൗന്ദര്യം പോവും. വലിയ മിസ് വേൾഡ് ആവാൻ പോവുകയല്ലേ? ഓ, വിവാഹം കഴിച്ചു, അപ്പൊ പോയില്ലേ? ഇനി മിസ്സസ് വേൾഡ് ആവാനല്ലേ പറ്റൂ. അത് ഞാൻ ഓർത്തില്ല. എന്താ അരുൺ എന്നെ കളിയാക്ക? എന്റെ സൗന്ദര്യത്തിന് ഒരു വിലയില്ല അല്ലേ അരുണ്? അരുൺ എന്നെ മടുത്തു തുടങ്ങിയല്ലേ? ഐശ്വര്യ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ പറയും, ഇനിയും പറയും. എന്റെ ഹസ്ബൻഡ് എനിക്കുള്ളതാ. അങ്ങനെ കണ്ണി കണ്ട പിള്ളേരെയൊന്നും കൊഞ്ചിക്കണ്ട. അതെനിക്ക് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതെ, എന്റെ ഇഷ്ടമാ. ഞാൻ ഇനിയും ശ്രീകുട്ടിയെ കാണും, അവളെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യും. എന്നാലേ അതെനിക്കൊന്ന് കാണണല്ലോ. നീ എന്ത് ചെയ്യോടി? ഇനി അങ്ങനെ വല്ലതും ചെയ്താ ഞാൻ അവളെ, ആ ശ്രീകുട്ടിയെ പലതും ചെയ്തെന്ന് വരും. എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം. ഞാൻ വേണ്ടി വന്ന ശ്രീകുട്ടിയെ കൊല്ലും. നീ ശ്രീകുട്ടി കൊല്ലുവല്ലേ? നീ കൊല്ല്, എന്നെ ഒന്ന് കൊല്ല്. ഐശ്വര്യ, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് ഒരു വിലയുമില്ല. അവളാ ആ കൊച്ച ഇപ്പൊ അരുണ് വലുത്.
ഐശ്വര്യ, ഐശ്വര്യ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. വീടന്നെ പോ എന്റെ മുന്നിന്ന്. നിങ്ങൾ പോയി നശിച്ചു. എനിക്ക് കാണണ്ട. പോ പോ. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മറുപടി മുന്നേ തന്നെ വസുവിനോട് പറഞ്ഞു കഴിഞ്ഞു. അച്ഛാ, അച്ഛൻ്റെ ബർത്ത്ഡേ സന്തോഷത്തോടെ ആഘോഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. എനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ചുണ്ടാവണം, പ്രത്യേകിച്ച് അഖിയും ശ്യാമയും. അവർ വന്നാൽ തന്നെ ഇവിടെ അന്ന് ഫംഗ്ഷനിൽ നടന്നതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് തരേണ്ടത് നിങ്ങളുടെ അമ്മയാണ്. സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. ഭംഗിയായിട്ട് ഫംഗ്ഷൻ നടക്കട്ടെ. ആനന്ദേട്ടൻ തന്നെ ചെന്ന് അഖിയെ ശ്യാമയെ ക്ഷണിക്കണം. ഇനി വൈകിക്കണ്ട. വസു ഈ പറയുന്നത് ഉറപ്പാണ്? ഞാൻ എന്റെ മക്കളുടെയും ആനന്ദേട്ടന്റെ മുന്നിൽ വെച്ചല്ലേ വാക്ക് പറയുന്നേ. ഉറപ്പാ. ആ, എന്നാ അച്ഛൻ ചെന്ന് അവരെ വിളിക്കണം. നമുക്ക് ഗ്രാൻഡായിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കാം. ശരി, ഞാൻ സമ്മതിച്ചു. എന്നാ ഞാൻ കൂടി വരാം അച്ഛാ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വയ്ക്കോളാം. ഇപ്പൊ തന്നെ ഞാൻ അഖിയ ശ്യാമയും കാണാം. ആ, അല്ല, അപ്പോൾ അമ്മ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഫിക്സായി. എന്തൊക്കെയാ മറ്റൊരുക്കങ്ങൾ? ഒന്നിനും കുറവ് വേണ്ട. നമുക്ക് ആഘോഷത്തിന് മോടി കൂട്ടാൻ വിസ്മയുടെ പാട്ടായാലോ? നിങ്ങൾ എന്തു പറയുന്നു? ആ, അതൊരു നല്ല തീരുമാനമാണ്. വിസ്മയുടെ പാട്ട് സംഗതി ഗ്രാൻഡാവും അല്ലേ? ആ അതെ. അപ്പോ അതും ഫിക്സായി. എന്നാ ഞാനേ അരുന്ധതിയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. ശരിയാ, വലിയ തിരക്കുള്ള ഗായികയല്ലേ, ഇപ്പൊ തന്നെ വിളിച്ച് ഫിക്സ് ചെയ്തോ. ആ അതെ, ഞാനാ വസുന്ധര. അരുന്ധതി എന്റെ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. ശരി, ഓക്കെ. അമ്മേ, എന്തു പറഞ്ഞു? ഇപ്പൊ തന്നെ വിസ്മയം കൂട്ടി അരുന്ധതി ഇങ്ങോട്ട് വരാമെന്ന്. ശരി. അമ്മേ, എന്താ മോളെ? അമ്മ അമ്മ എന്ത് കണ്ടിട്ടാ ശ്യാമ ഈ വീട്ടിലേക്ക് കയറ്റാൻ സമ്മതിച്ചേ? അമ്മേ, ഇത് പ്രശ്നമാ. അവൾ ഒടുവിൽ നമ്മുടെ കുടുംബം തകർക്കും. അമ്മ എല്ലാം മറന്നോ? മോളെ, അമ്മ ഒന്നും മറന്നിട്ടില്ല. എന്റെ അഖി എന്റെ അടുത്തെത്താൻ
ഇതേ ഒരു വഴിയുള്ളൂ, അതാ. എന്റെ അക്കി എങ്ങനെയെങ്കിലും എന്റെ അടുത്ത് എത്തിക്കോട്ടെ. പിന്നെ അവൻ തിരിച്ചു പോകാത്ത കാര്യം ഞാൻ ഏറ്റു.